നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ അന്യായങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സിസ്റ്റത്തിനെതിരെയും നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ നടക്കുന്ന സിസ്റ്റത്തിനെതിരെയും ഒരു പ്രതികരിക്കണം എന്നുള്ളൊരു മനസ്സുള്ള ആൾക്കാർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഇത് അങ്ങനെ എഡിറ്റിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. ഇതൊരു സാധാരണ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമായിട്ട് കണ്ടാൽ മതി. കാരണം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഗൾഫ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഒട്ടുമിക്കതും ലൈസൻസ് ഇല്ലാത്തതാണ്. എങ്ങനെയാണ് അവരൊരു നമ്മളിപ്പോൾ നമ്മുടെ വീടുകൾ തന്നെ എല്ലാം ഓരോ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണല്ലോ. ഇപ്പം ഞാൻ എറണാകുളം ജില്ലയിലാണെങ്കിൽ നമുക്കൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് ഓരോ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് പോലീസ് അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തത്? പിന്നീട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ജനറലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച് ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു അപകടം വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി നമ്മളിത് പറഞ്ഞിട്ടും പോലീസിന് നടപടിയെടുക്കാൻ പറ്റാത്ത? ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക ലൈസൻസ് ഇല്ലാത്ത ഏജൻസികളും ഉണ്ട്. അതിൻ്റെ പേരുകൾ സഹിതം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നമ്മൾ ഒരു പരാതിയുമായിട്ട് പോലീസിൽ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യം എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യം? അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് നന്നാകണം, അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെടരുത്. അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകണത് എന്താണ്? ഇവിടെ നിവൃത്തിയില്ലാണ്ടാണ് നമ്മൾ വിദേശത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഈ ഏജൻസികൾ, ലൈസൻസ് ഉള്ള ഏജൻസികൾ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ്. അമിതമായിട്ടുള്ള ഫീസ്, അമിതമായിട്ടുള്ള ചാർജ് ഈടാക്കുക, പാസ്പോർട്ട് പിടിച്ചു വെക്കുക, അങ്ങനെ പല തോന്നിവാസങ്ങളുമുണ്ട്, പല കാര്യങ്ങളും. പിന്നെ ഇതിൽ നടക്കുന്നത് മൊത്തം ഒരു എന്താ പറയുന്നത്, നമുക്ക് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊക്കെയാണ്. ഈ ക്ലയൻസൊക്കെ വിദേശത്ത് നിന്ന് വരുന്നതും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളും അടക്കം ഇത് കംപ്ലീറ്റ് ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സിനിമയിലെ മീറ്റു എന്നൊക്കെ പറയുന്ന പോലെ ഓരോ വിവാദം ഉണ്ടായ പോലെ തന്നെ ഇത് പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളുമാണ് ഇത് നടന്നിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് ഇതെല്ലാം അറിഞ്ഞിട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇതിലുള്ള രാഷ്ട്രീയം, ഇതിലുള്ള പണ സ്വാധീനവും കൊണ്ട് മാത്രമാണ്. മനസ്സിലായില്ലേ? ഇതിനൊന്ന് ബ്രേക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി ഒരു ഏജൻസി ഒരാളെ കൊണ്ടുപോയിട്ട് ചതിക്കപ്പെടാതിരിക്കുക.